പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഇതുപോലെ ഒരാൾ ഇങ്ങനെ കുറെ പേരെ ഇങ്ങനെ പറയുകയും നടക്കുന്ന കണ്ടു. അപ്പൊ ആദ്യമൊക്കെ അവരിൽ പലരും അയാളോട് വിമുഖത കാട്ടുകയും, പക്ഷെ കുറെ കഴിഞ്ഞ് അയാൾ പറയുന്ന പല കാര്യങ്ങളും നല്ലതാണ് എന്ന്, അല്ലെങ്കിൽ അതൊക്കെ സത്യമായിരുന്നു അന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ കൈനോട്ടക്കാരൻ പറയുന്നതിൽ കള്ളമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമുണ്ട്. അങ്ങനെ പിന്നെ അയാളുടെ കയ്യിൽ കൈ കൊടുത്തു വിശദമായിട്ട് പരിശോധിപ്പിക്കുകയും അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ പറ്റിപ്പുകാരി മേഖലയിൽ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഒരു ഹസ്തരേഖാ ശാസ്ത്രം അത് അറിയാവുന്ന, ആ ശാസ്ത്രമായിട്ട് തന്നെ വികസിപ്പിക്കാൻ സാധിച്ചാൽ ഈവൻ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറയാനും, ഭാവി മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളൊക്കെ പറയാൻ ശരിക്കും ഹസ്തരേഖാ ശാസ്ത്രത്തിന് സാധിക്കും. തീർച്ചയായും. കാരണം ഹസ്തരേഖാ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കൈകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ശരിക്കും നമ്മുടെ ജാതകം നമ്മുടെ കൈകളിൽ എന്നാണ് അവർ പറയുന്നത്. ആ ജാതകത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഭാവിയും ഭൂതവും ഒക്കെ പറയുമ്പോഴും ഒപ്പം നമ്മുടെ വരാൻ പോകുന്ന കാലത്തിന്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന അസുഖങ്ങളെ കുറിച്ച് കൂടി പറയാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ നല്ല കാര്യമാണ്. അത്തരത്തിലൊരു വ്യക്തി നമ്മുടെ കൈ നോക്കിയാൽ നമ്മുടെ അസുഖങ്ങൾ, ഇനി വരാൻ പോകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥിയായി ഇന്നത്തെ ശബ്ദത്തിലിരിക്കുന്നത് ശ്രീ ആദർശ് കുമാർ. അദ്ദേഹം BSCയിലെ ഒരു എഞ്ചിനീയർ കൂടിയാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ PM ബിനുകുമാർ. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ശ്രീ ആദർശ് കുമാർ ജനിച്ചത്. ISROയിൽ എഞ്ചിനീയറാണ് ഇദ്ദേഹം. കർമ്മം കൊണ്ട് എഞ്ചിനീയർ ആണെങ്കിലും കൈരേഖ, ഹസ്തരേഖാ ശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ വിഷയം. മെഡിക്കൽ പാമിസ്ട്രി എന്നൊരു പുതിയ സംഭവത്തിന് തന്നെ അദ്ദേഹം രൂപം കൊടുത്തു. ശ്രീ ആദർശ് കുമാറെ ഇന്നത്തെ ശബ്ദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എങ്ങനെയാണ് താങ്കൾ ഈ ഹസ്തരേഖ ശാസ്ത്ര രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറയാം? പ്രത്യേകിച്ച് ഒരു ISROയിലെ ശാസ്ത്രജ്ഞനായ, ISROയിൽ എഞ്ചിനീയറായ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനം ഈ ഹസ്തരേഖയെ കാണുന്നൊരു കണ്ണുണ്ട്, പ്രാകൃതം, തത്തയും കൊണ്ട് കൈനോക്കാൻ പോവുക എന്ന് പറയും. ഇന്നത്തെ ചികിത്സാ സമ്പ്രദായം നമുക്കറിയാം. രോഗിയായ ശേഷം നമ്മൾ വൈദ്യസഹായത്തിനെത്തുന്നു. നിരവധി ടെസ്റ്റുകൾക്ക് വിധേയമായ ശേഷം രോഗം ഡയഗ്നോസ് ചെയ്യുകയും അതിനുശേഷം രോഗത്തിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. പൊതുവെ ഈ ഇത്രയും ഡയഗ്നോസിസ്, ആ ഒരു രീതി എന്ന് പറയുന്നത് വളരെ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. ഇപ്പോൾ സ്കാനിങ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതേ രോഗം നേരത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ രോഗത്തെ നേരത്തെ അറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ രേഖാശാസ്ത്രത്തിന് ഭാവി പറയാൻ പറ്റുമെങ്കിൽ ഭാവിയിൽ വരാവുന്ന രോഗത്തെക്കുറിച്ചും പറയാം. അതുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പബ്ലിക്കിന് പ്രയോജനപ്രദകരമായ രീതിയിൽ ഇതിനെ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ പാമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് തന്നെ ഇപ്പോൾ എത്തിച്ചേരാൻ കാരണം. ഇപ്പോൾ ഈ മെഡിക്കൽ പാമിസ്ട്രി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് RCC അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, ഇതേപോലുള്ള ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിനെ കാണാൻ പോകും. നിരവധി പേഷ്യൻസിനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു സമയത്ത് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ രോഗത്തെ മാത്രം, അല്ലെ ആ രോഗികളെ മാത്രം പോയി കാണും. എൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു 160-165ഓളം ക്യാൻസർ പേഷ്യൻസിനെ ഇതിനോടകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ്ട് 100-ന് മേൽ രോഗികൾക്ക് സമാനമായ രേഖകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു രേഖ ഇനിയും ഒരാളിൻ്റെ കണ്ടാൽ ആ ആൾ ഹീസ് പ്രോൺ ടു ദാറ്റ് ഡിസീസ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ജഡ്ജ്മെന്റിൽ എത്തുന്നത്. അപ്പം 100-150 കണ്ടതിന് ശേഷം നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നതിനെ നമ്മളുടെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിരവധി രോഗങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പം എൻ്റെ റിസർച്ചിൻ്റെ പങ്കായിട്ട് ഞാൻ കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എൻ്റെ കൈ തന്നെ വെച്ചിട്ട് ഞാനതൊന്ന് പറയാം. അപ്പം നമുക്ക് ഈ കയ്യിൽ നിരവധി മണ്ഡലങ്ങളുണ്ട്. ഇപ്പം ജ്യോതിഷത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ 7 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഓരോന്നിനും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ചൂണ്ടുവിരലിന് നേരെ താഴെ കാണുന്ന ഈ മണ്ഡലത്തിന് നമ്മൾ പറയുന്നത് വ്യാഴമണ്ഡലമാണ്. ഈ വ്യാഴമണ്ഡലത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചില അസുഖങ്ങൾ പറയാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പലരുടെയും കയ്യിൽ ഈ മണ്ഡലങ്ങൾ ഉയർന്നു കാണും, താഴ്ന്നു കാണും. അപ്പോൾ ഈ ഉയർച്ച താഴ്ചകളെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ. അപ്പോൾ ക്രമാതീതമായി വ്യാഴമണ്ഡലം ഉയർന്നിരുന്നാൽ അത് നെയ്സൽ ടു ലങ്സ് കംപ്ലൈൻറ്റിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നെയ്സൽ ടു ലങ്സ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് സാധാരണ വരിക എന്ന് പറയുന്നത് ഈസ്നോഫീലിയ, അലർജി, ആസ്മാറ്റിക്. പൊതുവെ നമ്മൾ അത്തരക്കാരോട് നേരത്തെ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക,
ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫാൻ നേരെ താഴോട്ട് നെഞ്ചത്ത് അടിക്കുന്ന രീതി കിടക്കാതിരിക്കുക. ഇങ്ങനെ ചില പ്രിക്കോഷൻസ് അവരുടെ അടുത്ത് പറയാറുണ്ട്. വേറെയും പ്രിക്കോഷൻസ് ഉണ്ട്, എന്നാൽ പോലും ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇനിയുള്ളത് ഈ നടുവിരൽ, അതിന് നേരെ താഴെ കാണുന്ന ഈ മണ്ഡലത്തിന് ശനി മണ്ഡലം എന്ന് പറയും. ഈ മണ്ഡലത്തിന്റെ ഉയർച്ച താഴ്ചകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് വാദം പോലെയുള്ള അസുഖങ്ങളെ അറിയാൻ പറ്റും. ക്രമാതീതമായി താന്നിരിക്കുന്ന ഒരാൾ ഈ മുട്ടിനൊക്കെ നീര് വരിക, ഈ റൂമാറ്റിക് രീതിയിലുള്ള കംപ്ലൈൻസിനെ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതേപോലെ പിന്നീട് ഉള്ളതാണ് ഈ മോതിര വിരലിന് നേരെ താഴെ കാണുന്ന ഈ മണ്ഡലത്തിന് സൂര്യമണ്ഡലം എന്നാണ് പറയുന്നത്. ഈ സൂര്യമണ്ഡലം, ജ്യോതിഷത്തിലും സൂര്യൻ എന്ന് പറയുമ്പോൾ കണ്ണിനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നേത്ര സംബന്ധമായ കാര്യങ്ങൾ, ദന്തസംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ മണ്ഡലത്തിന്റെ ഉയർച്ച താഴ്ചകളെ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റും. പിന്നെയുള്ളത് ഇതാണ് ബുധമണ്ഡലം. ബുധമണ്ഡലം പിത്തരോഗികൾക്ക് ബുധമണ്ഡലം ക്രമാതീതമായി ഉയർന്നിരിക്കുകയും ഒക്കെ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ രണ്ടിടത്തുമായിട്ട് വരുന്ന ഓരോ മണ്ഡലമുണ്ട്. ഇതിനെ നമ്മൾ ചൊവ്വാമണ്ഡലം എന്നാണ് പറയുന്നത്. ഈ ചൊവ്വാമണ്ഡലത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൊളസ്ട്രോൾ, പ്രഷർ, രക്തസംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അത് വെച്ചിട്ട് പറയാം. പിന്നെ ഉള്ളതാണ് ശുക്രമണ്ഡലം. ഈ ശുക്രൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സുഖ സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ജ്യോതിഷം പറയുന്നത് പോലെ നമ്മുടെ ലൗകിക ജീവിതത്തിലെ സുഖ സൗഭാഗ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഈ ശുക്രമണ്ഡലം. അപ്പൊ ഭോഗാദി സുഖങ്ങൾ, അതുമൂലം ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ശുക്രമണ്ഡലം വെച്ചിട്ട് പറയാൻ പറ്റും. പിന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ചന്ദ്രമണ്ഡലം. ചന്ദ്രമണ്ഡലത്തിനെ തന്നെ നമുക്കിങ്ങനെ മൂന്നായിട്ട് വിഭജിക്കാം. അതിലെ ഏറ്റവും മുകൾ ഭാഗം ഉയർന്നിരുന്നാൽ, അല്ലെങ്കിൽ മധ്യഭാഗം ഉയർന്നിരുന്നാൽ, കീഴ്ഭാഗം ഉയർന്നിരുന്നാൽ, ഓരോന്നും ഓരോ തരം അസുഖത്തെയാണ് കൊടുക്കുന്നത്. ചന്ദ്രമണ്ഡലത്തിന്റെ മുകൾ ഭാഗം ഉയർന്നിരുന്നു കഴിഞ്ഞാൽ ഉദര രോഗത്തെ പറയണം, പ്രത്യേകിച്ചും ആമാശയ സംബന്ധമായ രോഗങ്ങൾ, അസിഡിറ്റി കംപ്ലൈൻസ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇപ്പോഴേ ഉയർന്നിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ഭക്ഷണം കഴിക്കുക, കഴിയുന്നത് വെള്ളം കൂടുതൽ കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നീട് ഉള്ളത് ഇതിന്റെ മധ്യഭാഗം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് സ്ത്രീകളാണ്. ഈ ആമാശയം എന്നുള്ളതിനേക്കാൾ ഉപരി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെ വളരെ പെട്ടെന്ന് നമുക്ക് അത് വെച്ചിട്ട് പറയാൻ പറ്റും. ഇതിലൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്നത് ഇതിന്റെ കീഴ്ഭാഗമുണ്ട്. ഈ ഭാഗം, ചന്ദ്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗം ക്രമാതീതമായി ഉയർന്നിരുന്നു കഴിഞ്ഞാൽ പൊതുവെ ഏറ്റവും മോശപ്പെട്ട ഒരു രോഗം എന്നാണ് അതിനെ പറയുന്നത്, ഡയബറ്റീസ്. അത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നും ഇത് നിലനിൽക്കുന്നതാണ് തീർച്ചയായിട്ടും. അപ്പൊ അത് വളരെ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ചന്ദ്രമണ്ഡലത്തിന്റെ കീഴ്ഭാഗം ക്രമാതീതമായിട്ട് ഉയർന്നിരുന്നാൽ അത് യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിൻ സ്റ്റോൺ, ഡയബറ്റീസ്, ഈ സീരീസിലുള്ള അസുഖങ്ങളെ തരും എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ നമ്മൾ ഇപ്പം എല്ലാവരും രോഗമുണ്ടോ എന്ന് അറിയാനായിട്ടല്ല വരുന്നത്, പല കാര്യങ്ങൾക്കായിട്ട് വരുമ്പോൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അവർക്ക് ചില ഡയറക്ഷൻസ് കൊടുക്കും. ദർ ഇസ് എ ചാൻസ് ദാറ്റ് എന്നുള്ള ആ ഒരു സെൻസിൽ അവരുടെ അടുത്ത് പറയുമ്പോൾ അതിനെടുക്കാവുന്ന പ്രിക്കോഷൻസ് അത് നേരത്തെ എടുത്താൽ ഇപ്പൊ പലതരത്തിൽ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. എങ്ങനെ, എന്തൊക്കെയാണ് അത് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ കാര്യങ്ങൾ ക്രമീകരണം വരുത്താം. അപ്പൊ ഒരു വീട്ടിലെ ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ വരാമെന്ന് നേരത്തെ ഒരു ധാരണയുണ്ടെങ്കിൽ ഹോൾ ഫാമിലിക്കകത്തിലെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒന്ന്. രണ്ട്, നമ്മുടെ ദിനചര്യങ്ങളിൽ മാറ്റം വരുത്താം. ഇതൊക്കെയും ഈ രോഗകാര്യങ്ങളിൽ നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു തീവ്രതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ സ്പാൻ ഓഫ് ദി ലൈഫ് എന്ന് പറയുന്നത് നമുക്കാർക്കും നമ്മുടെ കയ്യിലല്ലത്. ഒരാൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. ആ സ്പാൻ ഓഫ് ദി ലൈഫിനകത്തിൽ പെയിൻഫുൾ അല്ലാത്ത ഒരു ജീവിതം അത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമുക്ക് ഈ മെഡിക്കൽ ഫാർമസിസ്റ്റ് വെച്ചിട്ട് പബ്ലിക്കിന് ഗുണപ്രദമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം. പിന്നെ പ്രിക്കോഷൻ്റെ കാര്യം ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ഈ രുദ്രാക്ഷം പോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും വളരെ പ്രാധാന്യമുള്ളവരാണ്. രുദ്രാക്ഷം, ഇപ്പൊ രുദ്രാക്ഷത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഈ രോഗ കാര്യങ്ങൾക്ക് ഞാനിത് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് പറയാം. രുദ്ര മീൻസ് ശിവം, അക്ഷം മീൻസ് കണ്ണീറെന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. ശിവന്റെ കണ്ണുനീരാണ് രുദ്രാക്ഷം എന്ന് ഒരു വെപ്പാണ് ഉള്ളത്. ഈ രുദ്രാക്ഷ മഹാത്മ്യത്തെ കുറിച്ചിട്ട് ദേവി ഭാഗവതത്തിന്റെ 13-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അത് ഗദ്യരൂപേണ ആണ് അതിന് പറയുന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന്, കോസലം എന്ന് പറയുന്ന രാജ്യത്ത് സത്യശീലൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രായമായ ശേഷമാണ് അദ്ദേഹം വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് സന്താനത്തെ കിട്ടാൻ പ്രയാസമുണ്ടായി. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തി. പുത്രകാമേഷ്ടി യാഗം നടത്തി അദ്ദേഹത്തിന് സന്താനത്തെ കിട്ടി, ഒരു മകനെ. അവന് ഗുണശീലൻ എന്ന് പേര് വിട്ടു. അപ്പൊ ഈ ഗുണശീലൻ വളരെ പ്രായമായ സമയത്ത് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുരുകുലത്തിൽ അയച്ച് തർക്കം, ശാസ്ത്രം, ഇങ്ങനെയുള്ള പല ആയോധന കല, ഇങ്ങനെ അവിടെ താമസിച്ച് പഠിച്ചു വരണം. 10-16 വർഷം കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചെത്താൻ പറ്റത്തുള്ളൂ.
അപ്പൊ ഇത്രയും പ്രായമായതിനു ശേഷം ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്, അവനെ അങ്ങനെ കാട്ടിലേക്ക് വിടാനായിട്ട് ഈ പിതാവിൻ്റെ ഒരു വൈമനസ്യം. അങ്ങനെ അദ്ദേഹം ഒരു ഗുരുവിനെയും പത്നിയും കൂടെ കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരു പർണശാല കെട്ടി അവിടെ താമസിപ്പിച്ച് മകനെ അവിടെ അയച്ച് ഈ വിദ്യ തുടരുകയായിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ ഗുണശീലൻ വളർന്നു, എല്ലാ കലകളിലും നിപുണത തേടുകയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാത്തിലും ഉയർന്നു വരികയും ചെയ്തു. അപ്പം അങ്ങനെ 10-14 വയസ്സായപ്പോഴത്തേക്ക് തന്നെ ആയോധന കല ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത കൈവരിച്ചു. ഗുരുവിൻ്റെ അടുത്തു നിന്നും വെളി വരാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അത്രയും പ്രായമായപ്പോഴത്തേക്ക് ഇപ്പം പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ എല്ലാ ദേവന്മാരുടെയും പ്രീതിയോടുകൂടിയാണ്, കാമദേവനും അനുഗ്രഹിച്ച ശരീര സൗന്ദര്യം ഒക്കെയാണ് ഈ ഗുണശീലന് കിട്ടിയിരുന്നത്. അപ്പോൾ ഗുണശീലന് ഈ അവസാന സമയമായപ്പോഴത്തേക്ക് ഗുരുപത്നിയോട് ഒരു ഭ്രമം തോന്നി. അങ്ങനെ തൻ്റെ ഇംഗിതം ഗുരുപത്നിയോട് പറഞ്ഞു. അപ്പോൾ ഗുരുപത്നി ഈ പയ്യന് ഉപദേശിച്ചു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഈ ശരീരം നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ പിതാവിൻ്റെ ബീജമാണ്. ആ പിതാവിൻ്റെ ബീജമില്ലെങ്കിൽ ഈ ശരീരമില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടത് പിതാവിനെയാണ്. എന്നാൽ ഈ ബീജം മാത്രം കൊണ്ട് നമ്മളാവുന്നില്ല. ഈ ബീജത്തെ വഹിച്ചിരുന്ന ഒരു സംഭവമുണ്ട്, ഗർഭപാത്രം. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ വീര്യത്തെ വഹിക്കുന്നവൾ ആരോ അവൾ ഭാര്യ എന്നാണ് ശാസ്ത്രം പറയുന്നത് തന്നെ. അപ്പോൾ ആ വീര്യത്തെ വഹിച്ച ഒരു ഗർഭപാത്രം, അതിൻ്റെ ഉടമസ്ഥ അമ്മ. അപ്പോൾ അച്ഛനെ അങ്ങനെ മാനിക്കുമെങ്കിൽ മാതാവിനെ അതിൽ എത്രയോ വലുതായിട്ട് മാനിക്കണം. അപ്പോൾ അമ്മയാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടതെന്ന് അവിടെ നിന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ശരീരം. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, ആത്മാവ്. ആ ആത്മാവിന് ജീവൻ തരുന്നത് ഗുരുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗുരു എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ആ ഗുരു പത്നി എന്ന് പറയുന്ന അമ്മയെക്കാളും എത്രയോ മഹനീയമായ സ്ഥാനത്താണ്. അപ്പോൾ ഗുരുപത്നിയെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ പാവമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എങ്കിലും കാമം മത്തുപിടിച്ച് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീണ്ടും തൻ്റെ ഇംഗിതം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഗുരുപത്നി ഗുരുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഗുരു ഒരു ദിവസം ഇവനെ കൂട്ടി കാട്ടിൽ പോയി ഈ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ച് ഗുണശീലന് ഒരു കാര്യം മനസ്സിലായി, ഈ ഗുരു ജീവനോടെ ഇരുന്നാൽ തൻ്റെ ഇംഗിതം നടക്കില്ല. അങ്ങനെ കാട്ടിൽ വെച്ച് ഗുരുവിനെ വധിക്കുകയും തിരിച്ച് കൊട്ടാരത്തിലെത്തുകയും ചെയ്തപ്പോൾ ഗുരുവിനെ വധിച്ച കഥ കൊട്ടാരത്തിലിറങ്ങി. കൊട്ടാരത്തിൽ നിന്ന് രാജാവ് വിളിപ്പിച്ചു. അപ്പോൾ രാജസന്നിധിയിൽ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ശിക്ഷ ഉറപ്പാ. അപ്പോൾ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഉടവാളെടുത്തിട്ട് പിതാവിൻ്റെയും മാതാവിൻ്റെയും ശിരച്ഛേദം നടത്തി സ്വയം ഈ ക്രൗൺ എടുത്ത് തലയെ വെച്ചിട്ട് സ്വയം രാജാഭിഷിക്തനായി. അന്ന് മുതൽ മദ്യം, മദിരാശി എന്ന് വേണ്ട ലൗകിക അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ സുഖ സൗഭാഗ്യങ്ങളോട് ഉന്മത്തനായി അദ്ദേഹം ജീവിതം തുടങ്ങി. വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം പൂർണ്ണമായും പട്ടിണിയിലും പരിവട്ടത്തിലുമൊക്കെ. അങ്ങനെ ജനങ്ങളെല്ലാം കൂടെ സംഘടിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് എറിഞ്ഞോടിക്കുകയായിരുന്നു. അങ്ങനെ കാട്ടിൽ പോയി കാട്ടിൽ വെച്ച് ശരീരത്തിൽ മുഴുവൻ വ്രണം വന്ന് അദ്ദേഹം മരിച്ചു. അപ്പോൾ ഹിന്ദു മിതോളജിയിൽ പറയുന്നത് നമുക്കൊക്കെ റീബർത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ജന്മം നമുക്ക് നമ്മുടെ ആത്മാവ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒന്നേ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വീണ്ടും നമുക്ക് ജന്മം പറയുന്നത്. യമകിങ്കരന്മാർ നമ്മുടെ സോളിനെ, നമ്മുടെ ആത്മാവിനെ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് റീബർത്തിന് എപ്പോഴാണോ സമയം വരുന്നത് അപ്പോൾ അതിനെ റിലീസ് ചെയ്യുന്ന പറഞ്ഞു. എന്നാൽ യാതൊരുവന് മോക്ഷം വിധിച്ചിട്ടുണ്ടോ ആ ആളുടെ സോള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശിവഭൂതഗണങ്ങൾ കൊണ്ടുപോവുകയും അങ്ങനെ ശിവസന്നിധിയിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗുണശീലനെ കൊണ്ടുപോകാൻ ആര് വരും എന്നുള്ളത്. യമകിങ്കരന്മാർ വന്ന് ഈ സോള് കൊണ്ടുപോകാനുള്ള ആ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിവഭൂതഗണങ്ങളും അവിടെ എത്തി. അപ്പോൾ ശിവഭൂതഗണങ്ങൾ ഇവരും തമ്മിൽ വളരെ ഒരു വാഗ്വാദം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഇദ്ദേഹത്തിന് മോക്ഷം പറയുക? അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, പക്ഷെ മോക്ഷപ്രാപ്തിക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഈ സോൾ ഞങ്ങൾ കൊണ്ടുപോകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ ഈ മരിച്ചു കിടക്കുന്ന സ്ഥലം, ഇവന്റെ ഈ ശരീരം അങ്ങോട്ടൊന്ന് മാറ്റിയിട്ടിട്ട് നിങ്ങളൊരു 10 അടി താഴേക്ക് കുഴിച്ചു നോക്കുക, അവിടെ ഒരു രുദ്രാക്ഷ കാ കിടപ്പുണ്ട്, അത് മാത്രം മതി ഇവന് മോക്ഷത്തിനൊന്നും. ആ ഒരു രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതേ സാധനം എന്തുകൊണ്ട് നമ്മൾക്ക് മുമ്പേയുള്ള വളരെ മുമ്പേയുള്ള യോഗി വര്യന്മാരും ഒക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. അവർക്ക് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഔഷധ ഗുണങ്ങളും മറ്റു കാര്യങ്ങളും അറിയാം. ഈ അടുത്ത സമയത്ത് ഒരു ഇംഗ്ലീഷ് മാസികയിൽ വായിച്ചു, അമേരിക്ക ഈസ് ഗോയിങ് ടു ടേക്ക് ദി പേറ്റന്റ്ഷിപ്പ് ഓഫ് രുദ്രാക്ഷ. നമുക്ക് നമ്മുടേതായ തനതായ ശൈലിയുടെ നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ പൈതൃകമുള്ള ഒരു സാധനം ഇത് അമേരിക്കക്കാരൻ പേറ്റന്റ് കൊണ്ടുപോകാൻ പോകുന്നു. അതിന് അവർ പറഞ്ഞേക്കുന്നത് അവരുടെ സയന്റിസ്റ്റുകൾ ഇത് പല എൻവയൺമെന്റിൽ വെച്ചിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ നിന്ന് ഗാമ റേസ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചേക്കുന്നു. ഇത്
ഇതൊന്നും സയൻസ് ഇത്രയും ഡെവലപ്പ് ആകാത്ത കാലഘട്ടത്തിൽ നമ്മുടെ യോഗമായ കണ്ടെത്തിയിരുന്നു. അന്ന് അത് അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതേ സാധനം നമുക്ക് ഈ പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 1 മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷക്ക ഉണ്ടെന്നാണ് പറയുന്നത്. ഏകമുഖം എന്ന് പറയുന്നത് ശൈവം, ശിവനെ പ്രതിനിധാനം ചെയ്യുന്നു. അത് പൊതുവെ നേത്ര രോഗികൾക്ക് ഇത് നന്നായിരിക്കും. 2, നിദ്ര കുറവുള്ള ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും, അവർക്ക് ഏകമുഖം ഉപയോഗിക്കുന്നത് വളരെ നന്ന്. 2, ദ്വിമുഖം, അതിന് ഗൗരി ശങ്കരം എന്ന് പറയും, ശിവപാർവതി സങ്കല്പം. ഗൗരി ശങ്കരം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് കോൺസെൻട്രേഷനെ കൊടുക്കാനായിട്ട് ഈ ഗൗരി ശങ്കരം ഉപയോഗിക്കും. ത്രിമുഖം എന്ന് പറയുന്നത് അഗ്നിദേവതാ സങ്കല്പമാണ്. അപ്പൊ ഈ ത്വക്ക് രോഗികൾ ഇത് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെയുള്ളത് ചതുർമുഖം, അത് ബ്രഹ്മാവിന്റെ സങ്കല്പമാണ്. അപ്പൊ പൊതുവെ ഈ വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി കുറവാണ്. ഇപ്പൊ പിള്ളേർ ഒത്തിരി പഠിക്കും, രാത്രി മുഴുക്കിരുന്ന് പഠിച്ചിട്ട് പിറ്റേന്ന് ഓർമ്മയില്ല, അല്ലെ മറന്നു പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതിന് പൊതുവെ ഈ ചതുർമുഖം അത് മാലയായിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ചും ഈ മെന്റൽ ടെൻഷനിലേക്ക് ആൾക്കാർ വരുന്നവർക്ക് ഇത് ചെറു ചൂടുള്ള പാലിൽ ഉരച്ച് കഴിച്ചാൽ ഈ മാനസിക സമ്മർദ്ദത്തിന് അല്ലെ ആ പിരിമുറുക്കത്തിന് ഒരു കുറവ് വരും എന്നാണ് പറയുന്നത്. പിന്നുള്ളത് പഞ്ചമുഖം. നമ ശിവായ പഞ്ചാക്ഷര മന്ത്രത്തിനെ സ്വാധീനിക്കുന്നതാണ് ഈ പഞ്ചമുഖം പറയുന്നത്. അത് പൊതുവെ രക്തസമ്മർദ്ദം, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പ്രഷർ, ഹാർട്ട് കംപ്ലൈൻസ് ഉള്ളവർക്കൊക്കെ ഇത് ധരിക്കുന്നത് വളരെ നല്ല. ഇത് ധരിക്കുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. 108 കായ ധരിക്കണം, 54 ധരിക്കണം എന്നൊക്കെ ചില വിധികൾ പറയുന്നുണ്ട്. ഈ രുദ്രാക്ഷത്തിൽ തന്നെ പല വലുപ്പത്തിലുള്ള കായ കിട്ടും. അതിൽ നെല്ലിക്ക വലുപ്പമുള്ള കായാണ് യഥാർത്ഥത്തിൽ ഈ മെഡിസിനൽ എഫക്റ്റ് ഉള്ളത്. പലരും രുദ്രാക്ഷം കെട്ടിയിട്ടുണ്ട്, ചെറിയ കായകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടുകൾ അത്രത്തോളം നമുക്ക് പറയാനില്ല. പിന്നെയുള്ളത് ഷൺമുഖം മുരുകൻ. അപ്പോൾ മുരുകനെ നമുക്കറിയാം, നമുക്ക് പ്രത്യേകിച്ച് ജ്യോതിഷത്തിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് മുരുകനിൽ നിലനിൽക്കുന്നതാണ്. അപ്പൊ ഈ ഷൺമുഖം ധരിക്കുന്നുണ്ട് ഹിസ്റ്റീരിയ പോലുള്ള അസുഖത്തിന് കുറവ് വരും എന്നാണ് പറയുന്നത്. പിന്നുള്ളത് സപ്തമുഖം, അത് ഈ മന്മഥ സങ്കല്പമാണ് സപ്തമുഖം എന്ന് പറയുന്നത്. പൊതുവെ ഈ ഷോർട്ട് ലെങ്ത് ലൈഫാണെന്ന് ധരിക്കുന്ന ഭയക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആയുസ് കുറവണം അകാരണമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഭയത്തിൽ നിന്നും മുക്തി കിട്ടുമെന്ന് പറയുന്നത് എന്ന് അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അഷ്ടമുഖം, വിഘ്നേശ്വര സങ്കല്പമാണ് അഷ്ടമുഖം എന്ന് പറയുന്നത്. അത് ഈ പക്ഷാഘാതം എന്ന് നമ്മൾ പറയില്ല, ഈ പാരാലൈസിസ് പോലെയുള്ളവർക്ക് അല്ലെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് ധരിക്കുന്നത് വളരെ നല്ല ഫലത്തെ കൊടുക്കും. പിന്നെ നവമുഖമുണ്ട്, ഭൈരവ സങ്കല്പമാണ്. ഈ നവമുഖം എന്ന് പറയുന്നത്, ഭൈരവ സങ്കല്പം എന്ന് പറയുന്നത് സന്താന ലബ്ധിക്ക്, ഇപ്പൊ സന്താനമില്ലാത്ത ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. പല കാരണങ്ങളുണ്ട്. ശാരീരികമായി പൂർണ്ണ യോഗ്യതയുള്ളവരുണ്ട്. അപ്പൊ തന്നെ എന്നെ കാണാൻ വരുന്നവരിൽ സന്താനം ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. അതിൽ തന്നെ പല റെമഡീസും കൊണ്ട് സന്താനം ഉണ്ടായവരുണ്ട്. ശാരീരികമായി പൂർണ്ണ യോഗ്യതയുണ്ട്, മെഡിക്കൽ സയൻസിന് ഒന്നും പറയാനില്ല, പക്ഷെ സന്താനമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവർക്ക് ഈ പറഞ്ഞ രീതി ഭൈരവ ദേവതാ സങ്കല്പമുള്ള നവമുഖം ധരിക്കുന്നത് നല്ലതാണ്. പിന്നെ ദശമുഖമുണ്ട്, വിഷ്ണു ദേവതാ സങ്കല്പം, അത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ കൊടുക്കുന്നു. പിന്നെ ഏകാദശം, ദ്വാദശം, ത്രയോദശം, ചതുർദശം, അങ്ങനെ പല രുദ്രാക്ഷ കായകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ എങ്ങനെയാണ് താങ്കൾ ഈ അതായത് 1-2 അനുഭവങ്ങൾ പറയാമോ? എങ്ങനെയാണ് ഈ ആദ്യം തന്നെ രോഗം കണ്ടെത്തി ഇന്ന രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും പിന്നീട് അത് കണ്ടെത്തി അത് ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ആഹാരം ക്രമീകരിക്കുകയോ ചെയ്ത ആൾക്കാരുടെ കഥ? നിരവധി അനുഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതിലൊന്ന് ജീവനോടെ ഇരിക്കുന്ന ഒരു ഇതിഹാസം എന്ന് വേണേൽ പറയാം. ഇപ്പം അദ്ദേഹം മദ്രാസിലാണ്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അത്രയും മാരകമായ രോഗത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നിരിക്കുക. ഇന്ന് അദ്ദേഹം മെഡിക്കൽ സയൻസ്, അതായത് RCC എന്ന് പുള്ളിയെ മരിച്ചു പോകുന്നുള്ള കണ്ടീഷനിൽ വിട്ടുവരാതെ ഇന്ന് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. ഇന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ നടന്നു കയറിയാണ് അദ്ദേഹം വരുന്നത്. അവർക്കിന്നും ഈ പറഞ്ഞ രീതി നേരത്തെ തന്നെ ആ രോഗത്തിനോട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഇന്ന് ഒരു അവസ്ഥാവിശേഷം അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെയുണ്ട് നിരവധി ഈ അനുഭവങ്ങൾ ഇതിനകത്തുണ്ട്. ജീവനോടെ തന്നെ മരണത്തിന്റെ വക്കിലെത്തിയതിനു ശേഷം തിരിച്ചു വന്ന ഒത്തിരിയും ക്ലയൻസ് ഉണ്ട്. എനിക്ക് പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ താങ്കൾ പഠിച്ചിട്ടുണ്ടോ? കാരണം വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? എങ്ങനെയാണ് നാം ഒരു വീട് വയ്ക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പിഴവ് അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. ഈ അടുത്ത സമയത്ത് പട്ടത്ത് ഞാൻ ക്ലിയർ ചെയ്ത ഒരു വീടുണ്ട്. അത് 10-12 വർഷമായിട്ട് വെച്ച് അതിനകത്ത് താമസിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും അവർക്ക് യഥാർത്ഥത്തിൽ ഭാര്യാഭർത്തക്കന്മാരായിട്ട് ജീവിക്കാൻ ആ വീട്ടിൽ പറ്റിയിട്ടില്ല. സന്ധ്യ കഴിയുമ്പോൾ ഇവർ തമ്മിൽ വഴക്ക് തുടങ്ങും.
അപ്പൊ ഇങ്ങനെ പല ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ പലയിടത്തും ഇവർക്ക് എവിടെയും പോകാൻ പറ്റത്തില്ലല്ലോ, ഒരു ഈഗോയുടെ പ്രശ്നം കൂടെയുണ്ട്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഞാൻ കൃഷ്ണനായതുകൊണ്ട് എന്നെ കാണാൻ വന്നു. അങ്ങനെ ഒരു ദിവസം എന്നെ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ ബെഡ്റൂമിന്റെ വാതിലിരിക്കുന്നത് ആ റൂമിന്റെ ഏറ്റവും നീച സ്ഥാനത്താണ്. ആ റൂമിന്റെ വാതിലൊന്ന് മാറ്റി വെച്ചപ്പോൾ തന്നെ ദാമ്പത്തിക സുഖം എന്താണെന്ന് അവർ അനുഭവിച്ചു. രാത്രി 1:30 എന്നെ ടെലിഫോൺ ചെയ്തു പറഞ്ഞു. അതൊക്കെ വളരെ നല്ല അനുഭവങ്ങളാണ്. അത് ഒരുപാട് പഠിക്കാനുള്ള വിഷയമാണെന്ന് തോന്നുന്നു. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ ചിരകാല അഭിലാഷമാണ് ഒരു വീടെന്ന് പറയുന്നത്. അത് കൈവിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരിക്കലും ഒരു വീട് വെക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് ചുറ്റും നമുക്കറിയാം വീട് വെച്ചിട്ട് അത് വിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. അത് വെച്ച സമയത്ത് പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ അളവുകളിൽ പറ്റുന്ന ഒരു ചെറിയ പിഴവായിരിക്കാം അവസാനം എത്തിപ്പെടുക. അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെൽത്ത് കോർണർ ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കോർണർ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് കായംകുളത്ത് ഞാനൊരു വീട് ക്ലിയർ ചെയ്യാൻ പോയിട്ടുണ്ട്. 17 വർഷമായി വീട് വെച്ചിട്ട്. ഈ ബാറ്റൺ കൈമാറുന്ന പോലെ ഒരാൾ ആശുപത്രിയിലാണ് കഴിഞ്ഞ 17 വർഷമായിട്ട്. ആരെങ്കിലും ഒരാൾ ആശുപത്രിയിലാണ് അതുപോയി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഹെൽത്ത് കോർണർ വീക്ക് ആയിരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ ഡയറക്ഷൻസിലും ഓരോരോ സംഭവങ്ങളുണ്ട്. അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാസ്തു സമയം നമുക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് 100% ആണെങ്കിൽ ഇതിൽ 40% എന്ന് പറയുന്നത് ആസ്ട്രോളജിക്കൽ ലക്ക, നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ലക്ക. ഇതെല്ലാം മനുഷ്യർക്കും ഉണ്ട് അസ്ട്രോളജിക്കൽ ലക്ക. അസ്ട്രോളജിക്കൽ ലക്ക എന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മോനായിട്ട് ജനിച്ചത് ഹീ ഗോട്ട് ആൻ അസ്ട്രോളജിക്കൽ ലക്ക. ഏത് വീട്ടിലും ജനിക്കാമായിരുന്നു. അപ്പൊ അതൊരു അസ്ട്രോളജിക്കൽ ലക്ക. അപ്പൊ നമ്മളിപ്പോൾ ഒരു TV മേടിക്കാനായിട്ട് പോകുന്നു, എത്രയോ TV മേടിക്കുന്നു. അതിൽ നിന്ന് നമ്മളൊരു TV സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10-20 വർഷം ഒരിക്കലും കേടാകാതെ അത് മൂടും. ഇതൊരു അസ്ട്രോളജിക്കൽ ലക്ക. ചിലപ്പോൾ മേടിച്ചോണ്ടെന്ന് 10 ദിവസത്തിനകത്ത് കേടാകും. അപ്പൊ ഈ അസ്ട്രോളജിക്കൽ ലക്ക എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇത് 40% ഉള്ളൂ. പിന്നെ ഉള്ള 60% നമ്മൾ 30-30 ഡിവൈഡ് ചെയ്താൽ അതിലുള്ളതെന്ന് പറയുന്നത് മാൻ കൈൻഡ്, നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ എൻവയോൺമെന്റ്സ്, സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഈ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മുടെ വീട് എങ്ങനെ ഇരിക്കണം, നമ്മുടെ മുറി എങ്ങനെ ഇരിക്കണം, നമ്മുടെ ലക്ക് ഡയറക്ഷൻ ഏത്, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന. അതിൽ 10% മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ദിസ് 40 + 50 10 is 50. സോ 50% എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് ആകും. ബാക്കി നമ്മൾ ഓടിയാണ്. ഈ 10% പോലും അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും ലൈഫ് ഫെയിലിയറിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ താങ്കളുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് സദ്ഗമയ എന്നാണ്. അതെ. പേരിട്ടത് എങ്ങനെയാണ്? ആ പുസ്തകത്തിന്റെ പിന്നിലുള്ള കഥ പറയാം. സദ്ഗമയ എന്ന് പറയുന്ന പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം, ഞാനത് പബ്ലിക്കിൽ ഇത് ചെയ്തിട്ടില്ല, എങ്കിലും പുസ്തകം ഇറക്കിയിട്ടുണ്ട്, പലർക്കും ഞാനത് കൊടുക്കുന്നുണ്ട്. ചില നല്ല സബ്ജക്റ്റുകൾ ഞാൻ അല്പം മുമ്പേ സൂചിപ്പിച്ചു. നിലം നല്ലതല്ലെങ്കിൽ വിത്ത് വിതയ്ക്കരുത്, പാഴേ പോകും. നമ്മുടെ ഗുരുക്കന്മാർ വളരെ നല്ല പല വിത്തുകളും വിതയ്ക്കാതെ പൊക്കളഞ്ഞു. കാരണം നല്ല നിലത്തിനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് വിത്തുകൾ തപ്പിയെടുത്തത് പബ്ലിക്കിന് അത് പ്രയോജനപ്പെടണം എന്നുള്ള പേര്. അതുകൊണ്ടാണ് സദ്ഗമയ എന്ന് തന്നെ പേരിട്ടേക്കുന്നത്. ആ സതുദ്ദേശത്തോടു കൂടി തന്നെ. അതിനകത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, വലത്തോട്ട് എഴുന്നേക്കണമെന്ന് നമ്മളൊക്കെ പണ്ടേ കേട്ടിട്ടുണ്ട് അല്ലെ? ഹിന്ദു ആചാരപ്രകാരം എല്ലാവരും വലത്തോട്ട് എഴുന്നേക്കണം, നന്നായിരിക്കും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വലത്തോട്ട് എഴുന്നേറ്റാൽ മാത്രം നന്നായിരിക്കില്ല. കാരണം അതിന് മുമ്പ് അതിനകത്തുള്ളൊരു കാമ്പുണ്ട്. ആ കാമ്പ് നഷ്ടപ്പെട്ടു. ആ കാമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത് കൈ ചൂണ്ടുവിരൽ വെച്ച് ഇടതു തോളിന് സമീപം ശ്രീ മീൻസ് ഐശ്വര്യം, ശ്രീ എന്ന് എഴുതിയിട്ട് വേണം വലത്തോട്ട് എഴുന്നേക്കാൻ. എങ്കിലേ അന്നേ ദിവസം ഐശ്വര്യപ്രദമായിരിക്കത്തുള്ളൂ. അപ്പൊ ഈ കാമ്പ് നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്, പണ്ട് മാന്തളർ വെച്ചാണ് ദന്തശുചീകരണം നടത്തിയിരുന്നത്. ഇന്ന് വേറെ ഒത്തിരി മാർഗങ്ങളാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടമായിട്ട് നോക്കുമ്പോൾ ഇന്ന് ടങ് സ്ലിപ്പ് വളരെ കൂടുതലാണ്. 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ 11ാമത്തെ മിനിറ്റിൽ ആൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനിട വരുന്നു. അന്ന് അവർ ദന്തശുചീകരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അവർ ഒരു മന്ത്രം ജപിക്കുമായിരുന്നു. ക്ലിം കാമദേവായ നമ, സർവജനപ്രിയായ നമ. 21 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചിട്ട് ആര് പല്ല് തേക്കുന്നു, അന്നേ ദിവസം അവർ ആരോടൊക്കെ സംസാരിച്ചാലും അവർക്ക് പ്രിയപ്പെട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. ഇതും അധികം ആർക്കും അറിഞ്ഞുകൂടാത്തത്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സ്ത്രീകൾ തിങ്കളാഴ്ച നോയമ്പ് നോക്കും. ഭർത്താവിൻ്റെ ദീർഘായുസിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നല്ല ദാമ്പത്യത്തിനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പം അക്യൂട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ 26 വയസ്സേ ഉള്ളെന്നിരിക്കട്ടെ, രാവിലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അവർക്കെങ്ങനെ ഈ തിങ്കളാഴ്ച നോയമ്പ് നോക്കാൻ പറ്റും? ലോ പ്രഷറുള്ള ഒരു സ്ത്രീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആ പല പ്രശ്നങ്ങൾ വഷളായി പോകും. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം. ലളിതേ സുഭഗേ ദേവി സുഖസൗഭാഗ്യദായിനി എന്ന് പറഞ്ഞിട്ട് ഒരു 4 വരി ശ്ലോകമുണ്ട്. 108 തവണ ഒരു സ്ത്രീ ഇത് ജപിച്ചാൽ ഒരു തിങ്കളാഴ്ച നോയമ്പിന്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്.
അതൊക്കെ വളരെ നല്ല പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ താങ്കളുടെ കുടുംബത്തിൽ വീട്ടിലാരൊക്കെയുണ്ട്? തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, കുന്നൂരിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ രത്ന കോട്ടയത്ത് നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത്. എനിക്കൊരു മകളുണ്ട്, മയൂഖ എന്ന പേര്. അവൾ 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങൾ 3 പേരാണ് വീട്ടിലൂടെ താമസിക്കുന്നത്. ഇന്നത്തെ ശബ്ദത്തിൽ പങ്കെടുത്തവർ ഈ ഒരു തിരക്കിനിടയിലും ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് അറിവ് നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കൾക്ക് നൽകാൻ കഴിയും. ഏതായാലും സന്തോഷം, നന്ദി. നന്ദി. ഇങ്ങനത്തെ അവസരം തന്നതിന് താങ്കളോടും സൂര്യയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പൊൻപ്ലേറ്റ് നമ്മൾ ആരംഭിച്ച മാധേയമാകും